ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിലെ കുറച്ചധികം ഏരിയ നമ്മൾ കവർ ചെയ്തു അല്ലേ. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് കുറച്ച് ഏരിയാസ് നമ്മൾ കവർ ചെയ്തു. ഇതിലൊക്കെ നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ ഇതുവരെ കവർ ചെയ്ത ഭാഗങ്ങൾ, അതായത് പുരാണങ്ങളായിക്കോട്ടെ മറ്റ് ഭാഗങ്ങളായിക്കോട്ടെ, അതിൻ്റെയൊക്കെ അടിസ്ഥാന വിവരങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ക്ലാസ് ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് കഴിയുന്നവരെന്ത് ചെയ്യുക, കാണുക. ഓക്കെ, നമ്മൾ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് ദേവസ്വം ബോർഡിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കായ ഉപനിഷത്തുകളെ പറ്റിയാണ്. സ്പെഷ്യൽ ടോപ്പിക് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഉപനിഷത്ത്. അതല്ലാതെ നമുക്ക് ഒരുപാട് തത്വചിന്തപരമായ കാര്യങ്ങൾ, കൂടുതലായിട്ട് അറിവുകൾ കിട്ടാനും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം കൂടിയാണ് ഉപനിഷത്തുകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഉപനിഷത്ത്? വേദങ്ങളൊക്കെ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ അതിൽ നിന്ന് ഉപനിഷത്തിലേക്ക് വരുന്ന സമയത്ത് എന്താണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഉപനിഷത്തുകളെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കാം നമുക്ക് എന്താണ് ഉപനിഷത്ത് എന്ന്. എന്തായിരിക്കാം നോക്കാം. ഉപനിഷത്തുകൾ എന്ന് വെച്ചാൽ ആത്മീയ പ്രബുദ്ധതയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭാരതീയ തത്വചിന്ത ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നാണ് ഉപനിഷത്തുകൾ. അപ്പൊ ഇവിടെ നമുക്ക് 2-3 ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. നോക്കാം എന്താ ഇൻഫർമേഷൻ എന്നുള്ളത്. ഒന്നാമത്തത് മനസ്സിലാവും, ഈ ഉപനിഷത്ത് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഭാരതീയ തത്വചിന്തയാണ് അല്ലെ. തത്വചിന്തകന്മാരെ പറ്റി അല്ലെ തത്വചിന്തയെ പറ്റിയാണ് പ്രധാനമായും ഉപനിഷത്ത് എന്ത് ചെയ്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതും ലോകത്തിന് തന്നെ നമ്മുടെ ഭാരതീയമായ തത്വചിന്തയിൽ വലിയൊരു കാര്യം അല്ലെ വലിയൊരു ഇൻഫർമേഷൻ അല്ലെ വലിയൊരു സംഭാവന കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചത് ഏതിലൂടെയാണ്? ഉപനിഷത്തുകൾ കൂടിയാണ്. അപ്പൊ അതാണ് ഉപനിഷത്ത് എന്ന് വെച്ചാൽ. അപ്പൊ മറ്റൊരു കാര്യം അടുത്തതാ നോക്കാം. ഹിന്ദുമതത്തിന്റെ തത്വജ്ഞാനപരമായ ആശയങ്ങൾ മറ്റേതു വേദ ഗ്രന്ഥങ്ങളെക്കാൾ പ്രതിഫലിപ്പിക്കുന്നത് ഉപനിഷത്തുകളിലാണ്. അതായത് നമുക്ക് വേദങ്ങളിൽ ഒരുപാട് ആശയപരമായ കാര്യങ്ങൾ, നമ്മൾ വേദങ്ങളെ പറ്റി പറഞ്ഞു. 4 വേദങ്ങൾ എന്താണ്, ആ 4 വേദങ്ങളിൽ പ്രധാനമായിട്ടും ഉണ്ടാവുന്ന ഏരിയാസ് എന്താണ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ അതിൽ നിന്നും വേദങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളിലേക്കാൾ കുറച്ചുകൂടി ഡീപ്പായിട്ട്, അല്ലെങ്കിൽ എന്താണ് അതിൽ ഉൾക്കൊള്ളേണ്ട തത്വം എന്ന രീതിയിൽ കുറച്ചുകൂടി ആഴത്തിൽ നമുക്ക് എതിൽ പറയുന്നു? ഉപനിഷത്തുകൾ പറയുന്നു. ഏത് തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്? പ്രധാനമായും തത്വചിന്തകളാണ്, തത്വജ്ഞാനപരമായ കാര്യങ്ങൾ ആണ് കൂടുതലും ഉപനിഷത്തുകളിൽ പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം. ഭാരതീയ തത്വചിന്തകരിൽ മിക്കവരെയും സ്വാധീനിച്ചിരിക്കുന്നത് ഉപനിഷത്തുകളാണ്. അപ്പൊ നമുക്കറിയാം ഒരുപാട് തത്വചിന്തകന്മാര്, സ്വാമി വിവേകാനന്ദനെ പോലെ ഒരുപാട് തത്വചിന്തകന്മാര് നമ്മളെ ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഒരു റെഫറൻസ് എന്ന രീതിയിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ഏതാണ്? ഉപനിഷത്തുകളാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇത്രയും ഇൻഫർമേഷൻ കിട്ടി. എന്താണ് ഉപനിഷത്ത് എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. രണ്ടാമതായി എന്താണോ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അത് നമുക്ക് ഇവിടെ ഇൻഫർമേഷൻ കിട്ടി. പിന്നെ നമ്മുടെ ഭാരതീയമായിട്ടുള്ള ഒരുപാട് തത്വചിന്തകന്മാർക്കും അതേപോലെ ലോകത്തുള്ള തത്വചിന്തകന്മാർക്കും അവരെയൊക്കെ ഇത്തരത്തില് സ്വാധീനിച്ചിരിക്കുന്ന വലിയൊരു കാര്യമാണ് എന്താ? ഉപനിഷത്ത് എന്നൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. അപ്പൊ ഈ 3 കാര്യം നമുക്ക് ഇവിടുന്ന് കിട്ടി. ഓക്കെ, അടുത്തതിലേക്ക് പോവാം നമുക്ക്. ഇനി പ്രധാനമായിട്ടും അവിടെ 108ഓളം ഉപനിഷത്തുകൾ വരുന്നുണ്ട്. 108 അല്ല, അതിന് മുകളിൽ വരുന്നുണ്ട്. ഏതാണ് നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഗ്രന്ഥങ്ങളിൽപ്പെട്ട് 1000ഓളം ഉപനിഷത്ത് നമ്മൾക്ക് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ചരിത്രകാരന്മാര്. പക്ഷെ പ്രധാനമായും 200-ലധികം പ്രചാരത്തിലുണ്ട്. അതിലും 108 നമ്മൾക്ക് എന്തുള്ളത്, നമ്മൾ കൂടുതലായിട്ടും അറിഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിൽ നിന്നും 10 വളരെ പോപ്പുലർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, മനസ്സിലാകുന്നത്. അതാണ് ദശോപനിഷത്തുകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ദശോപനിഷത്ത് നോക്കാം. താഴെ പറയുന്നവയാണ് ദശോപനിഷത്തുകൾ. അതായത് ഓരോരോ വേദങ്ങളിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന ഉപനിഷത്തുകളാണ് ഇത്തരത്തിൽ പ്രധാനമായിട്ടും 10. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തത് അവിടെ ഉപനിഷത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഏത് വേദത്തിൽ നിന്നാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഈശാവാസ്യോപനിഷത്ത് ശുക്ല യജുർവേദത്തിൽ നിന്നാണ്. കേനോപനിഷത്ത് സാമവേദത്തിൽ നിന്നാണ്. കണ്ഠോപനിഷത്ത് കൃഷ്ണ യജുർവേദത്തിൽ നിന്നാണ്. പ്രശ്നോപനിഷത്ത് അഥർവവേദത്തിൽ നിന്നാണ്. അതേപോലെ മുണ്ടകോപനിഷത്ത് അഥർവവേദത്തിൽ നിന്നാണ്. മാണ്ഡൂക്യോപനിഷത്ത് അഥർവവേദത്തിൽ നിന്നാണ്. ഇങ്ങനെ 10ഓളം വേദങ്ങളെ പ്രധാനമായിട്ടും പറയുന്നു ദശോപനിഷത്തുകൾ എന്ന്. ഓക്കെ, ആ ദശോപനിഷത്ത് ഏതാണെന്നും അതിന്റെ ഏത് വേദങ്ങളിൽ നിന്നാണ് എടുത്തതെന്നും അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, നോക്കാം അടുത്തത്.
എന്താണ് ഈ ഉപനിഷത്തിൽ അടങ്ങിയ പ്രധാനപ്പെട്ട കണ്ടന്റുകൾ നമുക്ക് നോക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട ചില വാക്യങ്ങളെയും നമുക്ക് നോക്കാം. നോക്കൂ, ഭാരതീയ വേദാന്തത്തിന്റെ സന്ദേശം അറിയാൻ ആഗ്രഹിക്കുന്നവൻ ഉപനിഷത്തുകൾ പഠനം നടത്തിയേ തീരൂ. അപ്പൊ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വേദാന്തം. എന്താണ് വേദാന്തം എന്ന് നമുക്ക് അറിയണം. എന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എന്താണ് ഉപനിഷത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അതായത് വേദാന്തത്തിൽ അടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ എന്തു ചെയ്തിട്ടുണ്ട്, ഉപനിഷത്തിൽ വളരെ ഭംഗിയായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോൾ വേദാന്തത്തെ പറ്റി പഠിക്കുന്ന ഒരാൾക്ക് ഉപനിഷത്തുകൾ കൈകാര്യം ചെയ്താൽ മാത്രമേ അവിടെ എന്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ, വേദാന്തത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഇനി വേദാന്തത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്വൈത സിദ്ധാന്തം. അതായത് രണ്ടായിട്ടുള്ളതില്ല, എല്ലാം ഒന്ന് തന്നെയാണ് എന്നറിയപ്പെടുന്നതാണ് അദ്വൈതം എന്നൊരു സിദ്ധാന്തം. നോക്കാം, അദ്വൈത സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം തന്നെ ഉപനിഷത്തുകളാണ്. അപ്പോ രണ്ടില്ല ഒന്നാണ് എന്ന് പറയപ്പെടുന്ന ഒരു സിദ്ധാന്തമാണ് അദ്വൈത സിദ്ധാന്തം. അപ്പൊ ഈ അദ്വൈത സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം തന്നെ എന്താണ്, ഉപനിഷത്തുകളാണ്. നോക്കാം, ഉപനിഷത്തുകളിൽ ലോകത്തെ മുഴുവൻ പണയപ്പെടുത്താൻ ആവശ്യമുള്ള അത്ര കരുത്ത് ഉണ്ടെന്നാണ് സ്വാമി വിവേകാനന്ദൻ പറയുന്നത്. അപ്പൊ ഇവിടെ സ്വാമി വിവേകാനന്ദൻ ഇത്തരത്തിൽ അദ്വൈത സിദ്ധാന്തത്തിന്റെ പ്രധാനിയായിരുന്നു. അപ്പോ അദ്ദേഹം പറഞ്ഞ ഒരുപാട് വാക്യങ്ങൾ നമുക്ക് ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഇത്തരത്തില് ഒരു ഉപനിഷത്തുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അല്ലെ ഉപനിഷത്തിലെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, മുഴുവൻ ലോകത്തെയും പ്രബലമാക്കാം, ഉത്തേജിപ്പിക്കാം എന്ന് അവിടെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ സർവ ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ട ദുർബലരെയും ദുഃഖിതരെയും മർദ്ദിതരെയും ഉദ്ബോധിപ്പിക്കാൻ, ജ്ഞാനം ആർജിക്കാൻ ഉപനിഷത്തുകൾക്ക് സാധിക്കുന്നുണ്ട് എന്നും കൂടി ഇവിടെ പറയുന്നു. ഇവിടെ നമുക്കറിയാം ഉപനിഷത്തിൽ ഒരുപാട് വാക്യങ്ങൾ ഉണ്ടാവും. അത്തരത്തില് സ്വാമി വിവേകാനന്ദൻ ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദൻ നമുക്ക് ലോകത്തിന് പറഞ്ഞു തന്ന ഒരു ഉപനിഷത്ത് വാക്യമുണ്ട്, നമുക്ക് നോക്കാം. അത് പ്രധാനമായിട്ടും കണ്ഠോപനിഷത്തിലെ ഒരു വാക്കാണ്. അതാണ് ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ നിബോധത. അപ്പോ സ്വാമി വിവേകാനന്ദന് ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞൊരു ഉപനിഷത്ത് വാക്യമായിരുന്നു അത് കണ്ഠോപനിഷത്തിലെ ഒരു ഉപനിഷത്ത് വാക്യമാണ്. അപ്പൊ ഇത്തരത്തില് നമ്മുടെ ലോകത്തിലെ തത്വചിന്തകന്മാരെയും അത് കൂടാതെ ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും കൂടുതലായിട്ട് അറിവ് പകരാൻ വേണ്ടിയിട്ടുള്ള ചില ആപ്തവാക്യങ്ങളും അതേപോലെ മറ്റ് തത്വചിന്തപരമായ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഉപനിഷത്തുകളിൽ ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് 2-3 ഉപനിഷത്ത് വാക്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ കേട്ടുകൊണ്ടുവന്നിരുന്ന ഉപനിഷത്ത് വാക്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ഉപനിഷത്തിന്റെ മഹാവാക്യമാണ് തത്വമസി. നമ്മൾ എല്ലാവരും കേട്ടുള്ള കാര്യമാണ് തത്വമസി, അല്ലെ? തത്വമസി എന്നത് ഒരു ഉപനിഷത്ത് വാക്യമാണ്. അതേപോലെ തന്നെ അഹം ബ്രഹ്മാസ്മി, ഇതൊക്കെ എന്താണ്, ഉപനിഷത്ത് വാക്കുകൾ പെട്ടതാണ്. ഈ ഒരൊറ്റ വാക്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതായത് ഒരുപാട് കാര്യങ്ങളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും, അല്ലെ? ഈ ഒരു വാക്യങ്ങൾ തന്നെ നമുക്ക് കൂടുതലായിട്ടും പറഞ്ഞ് അതിനെ വ്യാഖ്യാനിച്ച് വലിയൊരു ഏരിയയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അപ്പൊ അത് തന്നെയാണ് ഉപനിഷത്തില് പ്രധാനമായിട്ട് നമുക്കിവിടെ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ പറയാനുള്ളത് ഉപനിഷത്തുകളെ പറ്റി. ഉപനിഷത്തുകളുടെ പ്രധാനമായിട്ടുള്ള അടിസ്ഥാന വിവരങ്ങൾ മാത്രമാണ് നമുക്ക് സിലബസ് കൊടുത്തിരിക്കുന്നത്. ഉപനിഷത്തുകളെ പറ്റി പറയാനാണെങ്കിലും, അത് വേദാന്തത്തെ പറ്റി പറയാനാണെങ്കിലും, അല്ലെങ്കിൽ അദ്വൈത സിദ്ധാന്തത്തിനെ പറ്റി പറയാനാണെങ്കിലൊക്കെ ഒരു ക്ലാസ് കൊണ്ടോ 2 ക്ലാസ് കൊണ്ടോ തീരില്ല. അത്രയും വലിയൊരു ഏരിയ ആണ്. അതായത് തത്വചിന്തകന്മാരിൽപ്പെട്ട ആൾക്കാർ ചർച്ച ചെയ്യുന്നതും അതേപോലെ തന്നെ പഠിപ്പിക്കാൻ ഒരുപാട് വൈഡായിട്ടുള്ള ഏരിയ ആണ് വേദാന്തമൊക്കെ പറയുന്നത്. അപ്പൊ അതിൻ്റെ ഒക്കെ അടിസ്ഥാന വിവരങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതിനൊക്കെ നമുക്ക് റെഫർ ചെയ്യാനുള്ള ഒരുപാട് പുസ്തകങ്ങളും നമുക്ക് എന്താണ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെങ്കിൽ എന്ത് ചെയ്തോളൂ, അതിനുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്ത് പഠിക്കുക. അപ്പൊ നമ്മളിവിടെ പറയുന്നത് ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞു കാണും. അപ്പൊ നമ്മളിവിടെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ദേവസ്വം ബോർഡിലെ സിലബസ് നമ്മൾ കഴിഞ്ഞ ഒരു ലൈവിൽ പറഞ്ഞതാണ്. അതുകൂടാതെ വീഡിയോസ് നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക് ഒക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ ഒരു ബാച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്പെഷ്യൽ ടോപ്പിക് അടക്കം, അതായത് സ്പെഷ്യൽ ടോപ്പിക്കും കൂടെ ലൈവും കൂടെ ഇൻക്ലൂഡ് ആണ് ഈ ഒരു ബാച്ച്. അപ്പൊ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കാണിക്കുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതായത് ലൈവ് സെഷൻ കിട്ടുന്നുണ്ട്, PDF നോട്ടുകൾ കിട്ടുന്നുണ്ട്, മെന്റർഷിപ്പ് കിട്ടുന്നുണ്ട്, കൊറി ഹാൻഡ്ലിംഗ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് ഈ ഒരു ലൈവ് അല്ലെങ്കിൽ ഈ ഒരു ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആരും മടിച്ചു നിൽക്കേണ്ട, നമുക്ക് ദേവസ്വത്തിൽ നല്ലൊരു ജോലി നമുക്ക് കരസ്ഥമാക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു ഏരിയയുമായിട്ട് ഞാൻ വീണ്ടും വരാം, സ്പെഷ്യൽ ടോപ്പിക്കിന്റെ. അപ്പോൾ അതുവരെ ഇപ്പോൾ തൽക്കാലം ബൈ, താങ്ക് യു.